കബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷം സീറോ മലബാർ ആരാധനാക്രമത്തിൽ മേരി മേജർ ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി നവ്യമായ അനുഭവമായി മാറി. ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയോട് ചേർന്ന് ആദ്യമായി നടത്തപ്പെട്ട മലയാള ഭാഷയിലുള്ള പരിശുദ്ധ കുർബാനയ്ക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതീകമായ ഫ്രാൻസിസ് പാപ്പായുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 8ാം ദിവസമാണ് നമ്മൾ ഇന്നിവിടെ ആചരിക്കുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ ലോകത്ത് നിന്ന് വ്യക്തികൾ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയുടെ പരിശുദ്ധിക്കും പരിപൂർണതയ്ക്കും ചേരാത്ത എന്തെങ്കിലും അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ തുടച്ച് നീക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നത് ദൈവമാണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധിയും പരിപൂർണതയും സ്വർഗപ്രവേശനത്തിന് ആവശ്യമാണ്. വിശുദ്ധനായിട്ടുള്ള അഗസ്തീനോസിൻ്റെ അമ്മ മോണിക്ക പറയുന്നുണ്ട് തൻ്റെ മകനായിട്ടുള്ള പുത്രാനായിട്ടുള്ള അഗസ്റ്റിനോട്, ഞാൻ എവിടെ അടക്കിക്കൊള്ളുക, പക്ഷേ സ്വർഗത്തിൽ എനിക്കെതിരെ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ എന്നെ ഓർക്കണം. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, നമ്മെ ഏറെ സ്നേഹിച്ച, പ്രത്യേകിച്ച് ഗ്രേറ്റ് രൂപത സ്ഥാപിച്ച ഫ്രാൻസിസ് പാപ്പായ്ക്ക് ഈശോയുടെ പരിശുദ്ധിക്കും പരിപൂർണതയ്ക്കും ചേരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ കുർബാനയിലൂടെ തുടച്ചു നീക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസിസ് പാപ്പ അടക്കപ്പെട്ടതിൻ്റെ 2ാം ദിവസം ഈ മരിയ മശോറയിൽ സീറോ മലബാർ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ആത്മശാന്തിക്കായുള്ള നിയോഗാർത്ഥം ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിച്ചു. ദിവ്യബലിക്കിടയിൽ മുഴങ്ങിയ സുറിയാനി ഗീതങ്ങൾ നസ്രാണി തനിമയും പാരമ്പര്യവും വിളിച്ചറിയിക്കുന്നവയും വലിയ ഇടയന് സുറിയാനി ക്രൈസ്തവരുടെ ആദരവും പ്രാർത്ഥനയും വിശേഷാൽ നേരുന്നതിന്റെ പ്രതിഫലനവുമായി മാറി. ഫാദർ ജോബിൻ തയ്യൽ CMI, ഫാദർ ജിജിമോൻ പുതുവിട്ടികളം SJ എന്നിവർ സഹകാർമ്മികരായി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്. International Desk, Shigna News.